Hello everyone and welcome to Mehars Kitchen. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ കുറച്ച് ഡിഫറൻ്റ് ആയ തന്തൂരി റെസിപ്പി നോക്കാം. ഷെസ്വാൻ ചിക്കൻ തന്തൂരി റെസിപ്പി നല്ല ടേസ്റ്റിയാണ്, കുറച്ച് ഡിഫറൻ്റ് ആണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മമ്മിനോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഈ അടിപൊളി ചിക്കൻ ഷെസ്വാൻ തന്തൂരി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലുമൊക്കെയാണ് നോക്കാം. ഇവിടെ 600 grams ചിക്കൻ എടുത്തിട്ടുണ്ട്, 600 gram ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ സ്ലിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല സ്ലിറ്റാക്കി കൊടുക്കണം. മസാല ഒക്കെ നന്നായിട്ട് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് സ്പ്ലിറ്റാക്കി കൊടുക്കണം. ഇത് തൈ പീസാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. 3 പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ ഗാർലിക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് തന്തൂരി കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, അത് ഓപ്ഷണലാണ് തന്തൂരി കളർ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 3 ടീസ്പൂൺ നിറച്ച് ഷെസ്വാൻ സോസാണിത്. ഇത് വീട്ടിലുണ്ടാക്കിയ സോസാണ്. നിങ്ങൾക്ക് സ്റ്റോർ ബോട്ട് ഷെസ്വാൻ സോസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീട്ടിലുണ്ടാക്കിയ റെസിപ്പിയാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കിട്ടും. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു വലിയ ബോൾ എടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടിത് മിക്സ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇളക്കിക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ എടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. ചിക്കനിലേക്ക് മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇതുപോലെ ആ സ്ലിറ്റൊക്കെ ചെയ്ത സ്ഥലത്ത് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കൻ പീസിലും നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലാ ചിക്കൻ പീസും നമുക്ക് നല്ലപോലെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. 3-4 മണിക്കൂർ ഇല്ലെങ്കിൽ ഇതിപ്പോൾ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ രാത്രി ഓവർനൈറ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സോഫ്റ്റായ ചിക്കനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ബാക്കിയുള്ള മാരിനേറ്റ് കളയരുത്, ഇത് എടുത്ത് വെക്കണം. ഇത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് കളയരുത്. ആദ്യം ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായ ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ പീസ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഗ്രിൽ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുത്താലും മതി. പിന്നെ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒരു സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ 8 മിനിറ്റിന് ശേഷം മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും 8 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് 8 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് നമുക്ക് 8 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ശരിയാക്കിയെടുക്കാൻ. അങ്ങനെ 2 സൈഡും 8 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും തിരിച്ചിട്ടിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ല സോഫ്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്യാം. പിന്നെ മൂടി വെച്ചിട്ട് പിന്നെ മറ്റേ സൈഡും 3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് 3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡ് മാറ്റിയിട്ട് മറ്റേ സൈഡും നമുക്ക് 3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് ചിക്കന് നമുക്ക് കിട്ടും. അപ്പോൾ 2 സൈഡും 3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും 3 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും ചിക്കൻ മൂടി വെച്ച് ഒന്നുകൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് വേറെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം.
അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ബാക്കിയുള്ള മാരിനേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ചിക്കൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്നും കൂടി ചെറുതായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇന്ന് മസാല ഇങ്ങനെ പുരട്ടി കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും നന്നായിട്ട് ഈ ബാക്കിയുള്ള മസാല മാരിനേറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ചെയ്യേണ്ടത് കുറച്ച് കരി ഇങ്ങനെ ചാർക്കോൾ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനത്തെ ഒരു വയർ റാക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളടുത്ത് ഏതാ റാക്കുള്ളത് അങ്ങനത്തെ റാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മാരിനേറ്റും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നമുക്ക് ഈ റാക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സ്മോക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു കരിയുടെ എഫക്റ്റ്, ചാർക്കോളിൻ്റെ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ ഗ്രിൽ ചെയ്ത് കഴിക്കുന്ന പോലെയാണ് ഈ ചിക്കന്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ആ എഫക്റ്റ് സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ടും എല്ലാ സൈഡിലേക്കും സ്മോക്ക് എത്തുന്ന പോലെ നമുക്കിത് ഒരു 3 മിനിറ്റ് ഒരു സൈഡും പിന്നെ മറ്റേ സൈഡും ഒരു 3 മിനിറ്റ് നമുക്ക് ശരിയാക്കിയെടുക്കാം. എല്ലാ സൈഡിലേക്കും എത്തുന്ന പോലെ നമുക്കിത് അങ്ങോട്ടും മാറ്റി മറിച്ചും കൊണ്ടും നമുക്ക് ചിക്കനിലേക്ക് സ്മോക്ക് തട്ടണ പോലെ നമുക്ക് ശരിയാക്കിയെടുക്കണം. സൈഡ് 3 മിനിറ്റ് സ്മോക്ക് ആക്കിയെടുത്തു. ഇനി നമുക്ക് സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും നമുക്ക് നന്നായിട്ട് സ്മോക്ക് ആക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും വേണമെങ്കിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിലൊക്കെ തേച്ച് കൊടുക്കാം, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, നല്ല ജ്യൂസി ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സൈഡും 3 മിനിറ്റ് നമ്മൾ ഇവിടെ ശരിയാക്കിയെടുത്തു, സ്മോക്ക് എഫക്റ്റ് കൊടുത്ത്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റി അടിപൊളി ചിക്കൻ ഷെസ്വാൻ തന്തൂരി റെഡിയാണ്. ഇനി നമുക്കിത് തൂമ്, ഗ്രീൻ ചട്നി, ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ സോസ് എന്തിൻ്റെ വെച്ചിട്ടും കുബൂസൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഒരു ശരിക്കും ഗ്രിൽ ചെയ്ത എഫക്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.